എൻ്റെ പേര് നിഷ. എനിക്കിപ്പോൾ 33 വയസ്സ് കഴിഞ്ഞു. ഏകദേശം ഒരു 2 മാസം കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 മാസമേ ആയിട്ടുള്ളൂ. 33 വയസ്സുള്ള ഞാൻ എങ്ങനെ 6 മാസമായിട്ട് അങ്ങനെ വിവാഹം കഴിച്ചെന്ന് എല്ലാവർക്കും നല്ലൊരു സംശയം തോന്നും. എൻ്റെ രണ്ടാം വിവാഹമായിരുന്നു. എൻ്റെ ഭർത്താവ് ഒരു ബിൽഡിംഗ് കോൺട്രാക്ടറായിരുന്നു. പണികളും കാര്യങ്ങളും, വീട് വെച്ചു കൊടുക്കുന്ന പരിപാടികളും അതൊക്കെയായിട്ട് ഇങ്ങനെ നടക്കുന്നു. എന്നെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ആകെ 4 പേർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതൊരു പഴയ വീടായിരുന്നു. പഴയ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരൊക്കെ താമസിച്ചിരുന്ന പഴയ രഹസ്യമുറികളും കാര്യങ്ങളൊക്കെ ഉള്ള അങ്ങനെ ഒരു റൂം, അതുപോലെയൊക്കെയുള്ള ഒരു വീടായിരുന്നു എൻ്റെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന വീട്. എൻ്റെ സ്വന്തം വീട്ടിലാണെങ്കിൽ ഒരുപാട് അയൽക്കാരും പിന്നെ നാട്ടുകാരുമൊക്കെയുള്ള ഒരു സൗഹൃദമായിട്ടുള്ളൊരു കുടുംബമായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇവിടെ അയൽക്കാർ കുറവാണ്. ആകെ ഒരു അയൽക്കാരി മാത്രം അപ്പുറത്തെ വീട്ടിലായിട്ടുണ്ട്. ആളുടെ പേര് ലീല. ഞാനാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണെങ്കിലും അവരെ ശ്രദ്ധിക്കും. അവരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ആറ്റിറ്റ്യൂഡുള്ളൊരു സ്ത്രീയാണ്. ചില സമയത്താണെന്നുണ്ടെങ്കിൽ മിണ്ടും, ചില സമയത്താണെന്നുണ്ടെങ്കിൽ മിണ്ടില്ല. ഈ ഒരു പഴയ വലിയ വീട്ടിൽ 4 പേരടങ്ങുന്ന കുടുംബമായിരുന്നു. ഞാൻ, ഭർത്താവ്, പിന്നെ ഭർത്താവിൻ്റെ അച്ഛൻ, അമ്മ. ഇത്രയും പേരടങ്ങുന്ന കുടുംബത്തിൽ ഒരാളും കൂടെ ഇടയ്ക്ക് വരാറുണ്ട്. അവൻ്റെ പേരായിരുന്നു സനൂപ്. ഏകദേശം 27 വയസ്സ് മാത്രമുള്ള ഒരു ചെറിയ ചെക്കൻ. എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ അമ്മാവിൻ്റെ മകൻ എന്ന് വേണം പറയാൻ. ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരും. ഇടയ്ക്ക് സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. അന്നൊരു ഞായറാഴ്ച ദിവസമായിരുന്നു. ഭർത്താവിനാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് രാവിലെ തന്നെ ഇറങ്ങി. കോൺട്രാക്ടറാണല്ലോ, പിന്നൊന്നും പറയാൻ വേണ്ട. ഞങ്ങൾ തമ്മിലുള്ള ചില സമയത്ത് കണ്ടുമുട്ടലുകൾ വരെ വളരെ കുറവായിരുന്നു. ചില സമയത്ത് ഒരു രണ്ടാം ഭാര്യയായിരുന്നത് പോലും എനിക്ക് ആ ജീവിതം ഒന്ന് ആസ്വദിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെയുള്ള സങ്കടമുണ്ട്. ഞാൻ പിന്നെയൊന്നും പറയാനോ മിണ്ടാനോ പോയില്ല. ഞാൻ ഭർത്താവിൻ്റെ തുണിയും കാര്യങ്ങളൊക്കെ എടുത്ത് എൻ്റെ തുണികളും എടുത്തുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. വാഷിംഗ് മെഷീൻ ഒരാഴ്ചയായിട്ട് കംപ്ലൈൻ്റ് ആയിരുന്നു. പലരും വന്ന് നോക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ തുണി ഇങ്ങനെ മുഷിഞ്ഞ് കൂട്ടിയിടാൻ പാടില്ലല്ലോ. എന്തൊക്കെയാലും എടുത്ത് കഴുകാനുള്ളതല്ലേ. ഞാൻ അതും എടുത്തുകൊണ്ട് കല്ലിൻ്റെ അടുത്തേക്ക് നടന്നു. ബക്കറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഞാൻ നന്നായിട്ട് അണയ്ക്കുന്നുണ്ടായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. ആദ്യ വിവാഹം കഴിഞ്ഞ സമയത്ത് തന്നെ എനിക്ക് നന്നായിട്ട് ശരീരവലുപ്പവും കാര്യങ്ങളൊക്കെ വെച്ചു. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. ഭക്ഷണവും കാര്യങ്ങളും ഒന്നും നിയന്ത്രിച്ചില്ലായിരുന്നു. പക്ഷേ ഇപ്പം സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഭക്ഷണം നിയന്ത്രിച്ച് ഒന്ന് ഡയറ്റ് ആവാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ആ ഒരു ശരീരഭാരവും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിരുന്നു. ഞാൻ ഏതായാലും ആ ഒരു ബക്കറ്റും വെള്ളവും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആ ഒരു കല്ലിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് കാര്യമായിട്ട് നിന്ന് അലക്കാനായിട്ട് ആരംഭിച്ചു. എനിക്ക് വീട്ടിൽ നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചുരിദാർ ഇടാനായിരുന്നു ഒരുപാട് ഇഷ്ടമുള്ള കാര്യം. അതിടുമ്പോൾ ഒരു കംഫർട്ട് ഫീലിംഗ് ആണ് അവിടെ ഇട്ടുകൊണ്ട് നിൽക്കാനും. പിന്നെ ഒരു കാര്യം, അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ വീട്ടിലും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ എന്ത് ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിന്നാലും യാതൊരു പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. ഞാനെപ്പോഴും മേളിലായിരിക്കും റൂമിൻ്റെ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഭർത്താവിൻ്റെ അമ്മയും അച്ഛനെയും ഞാൻ കാണാനും പോകുന്നില്ല. ഈ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ആരും വരത്തില്ല. അതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നിന്ന് തുണിയും കാര്യങ്ങളും അലക്കാം. ആ സമയത്ത് ഒന്നും ആലോചിക്കാതെ ഞാനങ്ങനെ നിന്ന് തുണി അലക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ ഇടയ്ക്കൊക്കെ ഞാൻ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഈ ഒരു വിവാഹം വേണമായിരുന്നു. ശരിക്കും ഭർത്താവിൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു ടൂറോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. ജീവിതം ഒരു ത്രില്ലില്ലാത്തതുപോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ ആലോചിച്ച് ഞാനിങ്ങനെ തുണി കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് തലയൊന്ന് ഉയർത്തി നോക്കിയ സമയത്താണെന്നുണ്ടെങ്കിൽ ഒരാൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് പോലെ. ഞാൻ പെട്ടെന്ന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അത് സനൂപായിരുന്നു. ഒരു കള്ളച്ചിരിയോടെ അവനിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഫ്രണ്ടിൽ. നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഇവിടെ എന്താ പരിപാടി? ആ സമയത്ത് ഞാൻ ചോദിക്കുന്ന ടൈമിൽ ഒരു ചിരിയോടെ തന്നെ അവൻ പറഞ്ഞു, ചേച്ചി തുണി കഴുകുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ 6 മാസമല്ലേയുള്ളൂ ചേച്ചി വന്നിട്ടൊക്കെ, തുണിയൊക്കെ കഴുകുന്നുണ്ടെന്ന് ഒന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വന്നു. നീ എന്താ ഒരുമാതിരി പെണ്ണുങ്ങളെ പോലെ ഇങ്ങനെ എത്തി നോക്കുകയും വലിഞ്ഞു കയറിയൊക്കെ ചെയ്യുന്നത്? ഒന്നും മിണ്ടാതെയും അനങ്ങാതെയൊക്കെ വന്ന് നിൽക്കുന്നേ എന്നൊക്കെ ഞാൻ അവനോട് ചോദിച്ചു. അത് അത് ചേച്ചി, ഞാനാണെന്നുണ്ടെങ്കിൽ വരുന്ന സമയത്ത് ചേച്ചി കാര്യമായിട്ട് എന്തൊക്കെയോ ആലോചിച്ചിരുന്നുകൊണ്ട് ആ തുണി അലക്കിയായിരുന്നു. അപ്പോൾ ഞാൻ
അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറി നിന്നായിരുന്നു. അപ്പോഴാണ് ചേച്ചി എന്നെ കണ്ടത്. എന്ന് അവൻ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ ബാക്കിയുള്ള തുണികളും കാര്യങ്ങളൊക്കെ ഒന്ന് അലക്കിയിടാനായിട്ട് ശ്രമിച്ചു. ആ ഒരു സമയം അവൻ വന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് നേരെ പിടിച്ചാക്കി എൻ്റെ മുടിയും കാര്യങ്ങളും കെട്ടിവെച്ചിരുന്നത് നേരെ അഴിച്ചിട്ടു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ അകത്തേക്ക് പോകുന്നില്ലായിരുന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഭർത്താവും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. ആള് ജോലിക്ക് പോയേക്കാണല്ലോ. ആ സമയത്ത് അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാനായിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. ചില സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ്റെ സംസാരം കേട്ടാൽ നമുക്ക് ദേഷ്യം തോന്നും. അതാണ് ചില സമയത്ത് ഞാൻ മൈൻഡ് ചെയ്യാത്തത്. പക്ഷേ അവനാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ കാര്യമായിട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഞാൻ അവിടെ ഇങ്ങനെ ഓരോന്നും കേട്ടിരുന്നു. പെട്ടെന്ന് അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചിയുടെ ആദ്യത്തെ വിവാഹം എന്താണ് മുടങ്ങിപ്പോയത്? അത് എന്താ സക്സസ്ഫുൾ ആയില്ലേ? അങ്ങനെ ഒരു ചോദ്യം കേട്ടപ്പം അതുവരെയും ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്നൊന്ന് പ്രതികരിച്ച് പറഞ്ഞു, നീ എന്തിനാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്? അതെൻ്റെ പാസ്റ്റ് അല്ലേ, അതൊന്നും അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഞാൻ ദേഷ്യപ്പെട്ടുകൊണ്ട് അവനെ ഒന്ന് താക്കീത് ചെയ്തു. അപ്പോൾ പിന്നെ അവന് കുറച്ചു നേരം മിണ്ടാട്ടമില്ലായിരുന്നു. അവൻ ഒരു കല്ലിൻ്റെ പുറത്ത് കയറിയിരുന്ന് ഞാൻ തുണി അലക്കുന്നത് മാത്രം ഇങ്ങനെ നോക്കി നിന്നു. പിന്നെ എന്നോടൊന്നും മിണ്ടാൻ വന്നില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ പറഞ്ഞു, ചേച്ചിക്ക് ഇവിടെ ഒരു സീക്രട്ട് റൂം ഉള്ളത് അറിയാവോ എന്ന് ചോദിച്ചു. ആ സമയം ഞാൻ പറഞ്ഞു, ഞാനിവിടെ വന്നിട്ട് 6 മാസമല്ലേ ആയുള്ളൂ, സീക്രട്ട് റൂമും കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ അറിയാനാ? പെട്ടെന്ന് അവൻ എന്നോടായിട്ട് പറഞ്ഞു, ആ ചേച്ചി, ഇവിടെ ഒരു സീക്രട്ട് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പച്ചനും അപ്പച്ചിയൊന്നും അത് ആരോടും പറയത്തില്ല. അവിടെയാണെന്നുണ്ടെങ്കിൽ ആരെയും കയറ്റത്തുമില്ല. അത് അങ്ങനെ ഒരു റൂമാണ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ തന്നെ ചോദിച്ചു, അതെന്താ വല്ല ദുർമന്ത്രവാദോ പ്രേതമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ തന്നെ പറഞ്ഞു, അവിടെ പഴയ ആൾക്കാരുടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. പക്ഷേ അതിൻ്റെ കീയും കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്ന സ്ഥലത്തുണ്ട്. ഞാൻ ഒരു വട്ടം അതിൽ കയറിയിട്ടുമുണ്ട്. ആഹാ, നീയാൾ കൊള്ളല്ലോ, ഇതൊക്കെ നീ എങ്ങനെ ഒപ്പിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ തന്നെ പറഞ്ഞു, ആരും പറയല്ലേ ചേച്ചി, ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല തല്ല് കിട്ടും. ഞാനാണെന്നുണ്ടെങ്കിൽ ആരും അറിയാതെയാണ് ആ താക്കോലെടുത്ത് അകത്തേക്ക് കയറിയത്. ചേച്ചിക്ക് ആ റൂം കാണണോ? പെട്ടെന്ന് അവൻ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഞാൻ തന്നെ തിരിച്ചു ചോദിച്ചു, അതെന്താ, നിനക്കെന്നെ തല്ലുകൊള്ളിപ്പിക്കാൻ ഷെയർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്നെ ഇങ്ങനെ വിളിക്കുന്നത്? അതൊന്നുമല്ല, ചേച്ചിക്ക് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വാ, തുണിയെല്ലാം കഴിഞ്ഞ് ഇട്ടിട്ട് നമുക്ക് കാണാം. എപ്പോഴാണെന്നുണ്ടെങ്കിൽ അപ്പച്ചനും അമ്മച്ചിയൊക്കെ താഴേക്ക് ചെറിയ ചെറിയ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. അതുകൊണ്ട് പിന്നെ അവരുടെ ശല്യം ഉണ്ടാകത്തില്ല. ചേച്ചിക്കാണെങ്കിൽ സീക്രട്ട് റൂം കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വന്നാൽ മതി, ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയാ ചേച്ചി, അടിപൊളി രസമാണ് അതിനകത്ത് നിൽക്കുമ്പോൾ. ആ ഒരു സമയം അവൻ പറഞ്ഞതെന്തോ ഉടായ്പ വിദ്യയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് അതൊന്ന് കാണാനുള്ള കൊതി ഇങ്ങനെ കൂടിക്കൂടി വന്നു. ഞാൻ എല്ലാ തുണികളും കാര്യങ്ങളൊക്കെ ഒന്ന് പിഴിഞ്ഞു മുറുകി വെച്ചിട്ട് ഓരോന്നും അശയിലിടാൻ തുടങ്ങിയ സമയത്തും അവൻ വന്നിട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ പറയാൻ തുടങ്ങി. അതിനകത്തുണ്ടാകുന്ന കാര്യങ്ങളും പിന്നെ അവിടെ വെച്ചേക്കുന്ന സാധനങ്ങളുടെ കാര്യങ്ങളൊക്കെ, അതൊക്കെ ഓരോന്നും പഴയ ആ ഒരു പുരാതന കാലഘട്ടമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും അവനിലേക്ക് അട്രാക്റ്റഡ് ആവുന്ന കണക്ക് തോന്നി. ആ സമയം അവനൊപ്പം അവിടേക്ക് പോകാനും ആ കാഴ്ചകളൊക്കെ കാണാനും ഒരു കൊതി തോന്നി. എന്തായിരിക്കും അതിനകത്തുണ്ടാകുക, ഇവൻ പറയുന്നതെല്ലാം സത്യമായിരിക്കുമോ എന്നൊക്കെ ഞാൻ തന്നെ ചിന്തിച്ചു. കാരണം പഴയ ആൾക്കാർ താമസിച്ചിരുന്ന പഴയ റൂമും കാര്യങ്ങളൊക്കെയാണ് അതിനകത്തുണ്ടായിരുന്നത്. അതിൽ പലതിലും ഞാൻ കയറിയിട്ട് പോലുമില്ല. തുണിയെല്ലാം പകുതിയിൽ അശയിലിട്ട് കഴിഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ അവനും എൻ്റെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് എന്നെ ആ ഒരു സീക്രട്ട് റൂമിലേക്ക് കൊണ്ടുവരാൻ അവനും ഒരു തിടുക്കം പോലെ. അപ്പം തന്നെ, ചേച്ചി പെട്ടെന്ന് വാ, നമുക്ക് പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു തുണിയും കാര്യങ്ങളെല്ലാം എടുത്ത് അവനും അശയിലൊക്കെ ഇടുന്നുണ്ടായിരുന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ പോകണമെന്നുണ്ട്. പക്ഷേ ഇനി പോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പണിയായി കഴിഞ്ഞാൽ അതിനി എൻ്റെ തലയിലിരിക്കുമോ എന്നുള്ള പേടിയുണ്ട്. കാരണം കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. ഭർത്താവാണെന്നുണ്ടെങ്കിൽ അധികം മിണ്ടാട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു കോണ്ടാക്ട്സ് പോലുമില്ല. അപ്പം ഞാൻ തന്നെ ഇങ്ങനെ അഹങ്കാരമായിട്ട് എന്തെങ്കിലും കാണിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെല്ലാം എന്നെ തള്ളിപ്പറയുമെന്നൊക്കെ ഒരു തോന്നൽ പോലെ എനിക്ക് തോന്നി. പക്ഷേ അവൻ വീണ്ടും വീണ്ടും വിളിക്കുമ്പോൾ എനിക്ക് അത് ഒഴിച്ചു കളയാനും തോന്നുന്നില്ലായിരുന്നു. എന്തെങ്കിലും ആകട്ടെ, എന്തൊക്കെയായാലും ഒന്ന് പോയി കണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കാനില്ലല്ലോ. എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ തലയിൽ വെച്ച് കൊടുക്കാം എന്നൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെ തുണി മുഴുവൻ അശയിലിട്ടതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അവനും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ പോകുന്നതിന് പിന്നാലെയായിട്ട് നടന്നു വരുന്നു. അവിടെ അകത്ത് കയറിയപ്പോൾ
അമ്മയും അച്ഛനും ഒന്നുമില്ല. ആ സമയത്ത് അവർ പുറത്തേക്ക് പോകുന്നു അവൻ ഊഹിച്ചിരുന്നു. അത് തന്നെയായിരുന്നു കാര്യവും. അങ്ങനെ ഞാൻ അകത്തേക്ക് കയറി ഒരു സോഫയുടെ ഒരു മൂലയ്ക്കിലേക്ക് കയറിയിരുന്നു. ആ സമയം തൊട്ടടുത്തായിട്ട് അവനും വന്നിരുന്നു. വീണ്ടും എന്നെ ഒരു ബ്രെയിൻ വാഷ് ചെയ്യുന്ന കണക്ക് അവനിങ്ങനെ പറയാൻ തുടങ്ങി. ചേച്ചി അടിപൊളിയാണ്, സൂപ്പറാണ്, വന്ന് കാണാൻ നോക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ അവനെ നോക്കി. സൂപ്പറല്ല എന്നുണ്ടെങ്കിൽ നിന്റെ കണ്ണ് ഞാൻ കുത്തും കേട്ടോ എന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചേച്ചിക്ക് നല്ല ഹ്യൂമർ സെൻസും കാര്യങ്ങളൊക്കെ ആണല്ലോ. ആ ഏതായാലും വന്നൊന്ന് നോക്ക്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് കണ്ണി കുത്തിയോ അല്ലെങ്കിൽ മൂക്കിലിരിക്കുകയോ എന്താണെങ്കിലും ചേച്ചിക്ക് ചെയ്യാം എന്ന് തന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനൊരു പുഞ്ചിരിയോടെ എഴുന്നേറ്റു. എന്തൊക്കെയാലും നോക്കാം, പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ എൻ്റെ തലയിൽ വെച്ചിട്ട് നീ പോകരുത് എന്ന് മാത്രം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. അവൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, എൻ്റെ തലയിൽ വീണാലും ചേച്ചിയുടെ തലയിൽ എന്തൊക്കെയാലും ഞാൻ കൊണ്ടുവരത്തില്ല, അതെൻ്റെ പ്രോമിസാണ്. നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ സ്റ്റെപ്പ് കയറി. മുകളിലായിരുന്നു ആ റൂം, അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് കയറി വേണം മുകളിലേക്ക് പോകാൻ. സ്റ്റെപ്പ് കയറി മുകളിലെത്തിയപ്പോൾ അവൻ ആ കുഞ്ഞി താക്കോലെടുത്ത് കാണിച്ചതിന് ശേഷം എന്നെ നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും വേണ്ടിയില്ല, ഒരു ഗൗരവത്തോടെ തന്നെ നിന്നു. അവൻ ശബ്ദമുണ്ടാക്കാതെ അതിൻ്റെ ആ ഒരു ലോക്ക് ഇങ്ങനെ തുറന്നു. ശേഷം തുറന്ന സമയത്ത് തന്നെ എന്തൊക്കെയോ വവ്വാലൊക്കെ ഓടിപ്പോകുന്നതൊക്കെ ഒരു ശബ്ദവും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. അങ്ങനെ ചെറിയ ചെറിയ ചിലന്തുവില്ലുകളും കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ ഉണ്ട്. അങ്ങനെ അതെല്ലാം മാറ്റിയതിനു ശേഷം അവൻ അകത്തേക്ക് കയറുന്ന സമയത്ത് ഞാനും കൂടെ കയറി. നല്ല ഇരുട്ടുള്ള മുറിയായിരുന്നു അത്. അതിനകത്താണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഫുൾ ഡാർക്കായിട്ട് തന്നെ കിടക്കുന്നു. ആ സമയം ഞാൻ അകത്തേക്ക് കയറി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം അവൻ നേരെ ചെന്നതിന് ശേഷം ആ ഒരു ഡോറും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തു അകത്തുനിന്ന് തന്നെ. അപ്പോൾ തന്നെ ഞാനും ഞെട്ടിപ്പോയി. എടാ നീ എന്താ ഡോർ ക്ലോസ് ചെയ്തത്? ആരെങ്കിലും വന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമില്ല ചേച്ചി, ഞാനും ചേച്ചിയും ഇതിനകത്ത് നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഡോർ ക്ലോസ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ ഡോറും കാര്യങ്ങളും ക്ലോസ് ചെയ്തിട്ട് അത് എന്തോ കുറ്റിയിട്ടിട്ട് വന്നു. എനിക്കാണെങ്കിൽ ഒന്നും കാണാൻ കഴിയുന്നില്ലായിരുന്നു. എടാ നീ എവിടെയാണ്? എനിക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല, എന്തൊരു ഇരുട്ടാണിത്, ഇവിടെ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരു മെഴുകുതിരി ഉണ്ട് ചേച്ചി, നമുക്കത് കണ്ടുപിടിക്കാം വാ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ തന്നെ പറഞ്ഞു, എടാ എനിക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ല, നല്ല രീതിയിലുള്ള ഇരുട്ടും കാര്യങ്ങളുമുണ്ട്, എനിക്ക് എങ്ങോട്ടാണ് നടക്കേണ്ടത്, തട്ടി വീഴുമെന്നൊക്കെ അറിയാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ തന്നെ ഒരു വെപ്രാളത്തോടെ അവൻ്റെ അടുത്ത് പറഞ്ഞു. പെട്ടെന്നാരോ എൻ്റെ കൈത്തള്ളിയുടെ ആ ഒരു വശത്ത് ഇങ്ങനെ പിടിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇത് ആരാണ് എന്നുള്ള രീതിയിൽ ആദ്യം ഞാനൊന്ന് പരിഭ്രമിച്ചു. ചേച്ചി പേടിക്കണ്ട, ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പതുക്കെ പിടിച്ച് എന്നെ കൊണ്ട് നടത്തിപ്പിച്ചു. പതുക്കെ ഞാൻ അവൻ്റെ ഒരു സാന്നിധ്യത്തിൽ തന്നെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അവൻ അടുത്തുള്ളത് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കാരണം അവൻ എൻ്റെ ശരീരത്തിന് പിന്നിലായിട്ടാണ് നടക്കുന്നത്. അവൻ എന്നെ പിടിച്ചിട്ടുണ്ട് തട്ടി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. ചേച്ചി പേടിക്കണ്ട, എവിടെയൊക്കെയാണ് സാധനങ്ങളുള്ളതും എവിടെയൊക്കെയാണ് നല്ല വഴിയുള്ളതും എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് അങ്ങ് നടന്നാൽ മതി. നമുക്ക് മെഴുകുതിരി കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇവിടെ പ്രശ്നമൊന്നുമില്ല, അത് ഉള്ളിലായിട്ടിരിക്കണം, അവിടെ വരെ നടന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങോട്ട് നടത്തി കൊണ്ടുവന്നു. ഒടുവിൽ ഞാൻ ആ ഇരുട്ടത്ത് എത്തി നിൽക്കുന്നത് ചെറിയൊരു അലമാരയുടെ ഫ്രണ്ടിലാണ്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായി അവൻ പറഞ്ഞ പോലെ മെഴുകുതിരി അതിനുള്ളിലുണ്ടായിരിക്കും. ഞാൻ ആ ഒരു അലമാരയിലേക്ക് തൊടുന്ന സമയത്ത് എൻ്റെ കൈകൾ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ചെറിയ ചെറിയ പൊടിയുടെ അംശവും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ പറ്റിയിരിക്കുന്നത്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനും അവനും ആ ഒരു സമയത്ത് അങ്ങനെ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് എൻ്റെ കൈകളുടെ ആ ഒരു വശത്ത് കൂടി അവൻ്റെ കൈകളിങ്ങനെ വന്നു. പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന അലമാരയിൽ നിന്നും ഒരു മെഴുകുതിരിയും തീപ്പെട്ടിയും അവനെടുത്തു. ആ സമയം ആ ഒരു സാമീപ്യം കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവൻ മെല്ലെ ആ മെഴുകുതിരി എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു തണുത്ത കാറ്റ് ഉള്ളിലേക്ക് വീശുന്നതെന്നൊക്കെ എനിക്ക് തോന്നി. ഒരു കുളിരനുഭവപ്പെടുന്നത് പോലെ. മറ്റൊന്നും ആയിരുന്നില്ല, അകത്തെവിടെ ഒരു കാറ്റ് പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. മൊത്തം അടഞ്ഞു പൊടി കിടക്കുന്ന ഇരുട്ട് വരെയാണെന്നുണ്ടെങ്കിലും എന്തോ ഒരു മാന്ത്രികത ഉണ്ടെന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. പെട്ടെന്ന് അവൻ തീപ്പെട്ടി ഉരയ്ക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആദ്യം കത്തിയത് അവൻ്റെ ആ മുഖത്തിൻ്റെ ആ ഒരു തെളിച്ചമായിരുന്നു. ആദ്യം ഞാൻ കണ്ടതിന് ശേഷം അവൻ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് ആ അലമാരയ്ക്ക് കുറുകയായിട്ട് കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ തന്നെ ചെറിയൊരു വെളിച്ചം മാത്രം അതിനുള്ളിലായിട്ട് ഇങ്ങനെ പരന്നു. ഞാൻ ആ ചെറിയ വെളിച്ചത്തിൽ തന്നെ കുറേയധികം കാര്യങ്ങളിങ്ങനെ കണ്ടു. ചെറിയ ചെറിയ പുരാവസ്തുക്കളായിട്ടുള്ള ചില സാധനങ്ങളൊക്കെ അവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ ഞാനത് ആശ്ചര്യത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ എന്നെ തട്ടി വിളിച്ചു, എന്തായി നോക്കുന്നേ? അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ദേ കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും.
അപ്പോൾ തന്നെ അവൻ മുഖം നടിപ്പിച്ച് എൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി, ഇതൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാൻ. ചേച്ചിയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് കണ്ടു നോക്ക്, എല്ലാം അടിപൊളിയായിട്ടാണ്. മെഴുകുതിരിയുടെ വെട്ടത്തിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ, കാരണം ഇവിടെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എല്ലാം കാണിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാനൊരു കാര്യം ചോദിക്കും ചേച്ചിയെടുത്ത്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ചേച്ചി ഒരിക്കലും നോ പറയരുത് എന്നായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞത്. ആ സമയം ഞാൻ അവനോട് ചോദിച്ചു, എന്ത് കാര്യം നീ ചോദിക്കാൻ വന്നേ? അത് സസ്പെൻസാണ്, ഞാൻ ആ സമയത്ത് മാത്രമേ പറയത്തുള്ളൂ എന്നവൻ പറഞ്ഞു. ശേഷം അലമാരയിൽ കുത്തിവെച്ചിരുന്ന ആ മെഴുകുതിരി എടുത്തുകൊണ്ട് നടന്നത് ഞാനായിരുന്നു. ഓരോ കാഴ്ചകളായിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പിടിച്ചുകൊണ്ട് നടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവനാണെന്നുണ്ടെങ്കിൽ എൻ്റെ പിന്നിലായിട്ട് എന്നെ സ്പർശിച്ചുകൊണ്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല ഇരുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് കെയർ ചെയ്തുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നതൊക്കെ. ആ സമയമാണെന്നുണ്ടെങ്കിൽ പണ്ടിവിടെ താമസിച്ചിരുന്ന പല പല ആൾക്കാരുടെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്ന് പെയിൻറ്റിങ്സ് ആയിട്ടും പിന്നെ ക്യാമറയിലെടുത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണെങ്കിൽ തന്നെ ചെറിയ ചെറിയതായിട്ട് ചെതലരിച്ച് തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ആരൊക്കെ വന്ന് ഇടയ്ക്ക് വൃത്തിയാക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഈ പഴയ പഴയ മൺചട്ടികൾ കാര്യങ്ങൾ അങ്ങനെ ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളുടെയൊക്കെ ഒരു കേന്ദ്രം തന്നെ അതിനകത്തുണ്ടായിരുന്നു. അതൊക്കെ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ആശ്ചര്യത്തോടെ ഞാൻ എവിടെയാണ് വന്ന് പെട്ടതെന്ന് പോലും ഞാനിങ്ങനെ ആലോചിച്ചിങ്ങനെ നിന്നു. ആ സമയം അവൻ എന്നെ വീണ്ടും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. ചേച്ചി, ഇതൊന്നുമല്ല, ഇവിടെ അടുത്തൊരു റൂം കൂടെ ഉണ്ട്, നമുക്ക് അവിടേക്കൊന്ന് പോയാലോ? അവിടെ പണ്ടാരൊക്കെയോ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു, അവിടെയൊക്കെ ഒരു സാമീപ്യം ഇപ്പോഴും അവിടെയൊക്കെ ഉണ്ട്, നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയാലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും എന്നെ അങ്ങോട്ടൊക്കെ നിർബന്ധിക്കുകയായിരുന്നു. അതുവരെയും ഇത്രയും കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ ആ ഒരു വലിയ ഹോള് പോലത്തെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്തുണ്ടായിരുന്ന റൂം അതെന്തായിരിക്കും എന്നൊക്കെ എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി. അവനാണെന്നുണ്ടെങ്കിൽ എന്നെ ഇങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അതിനകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ സമയം എനിക്ക് ഒരുപാട് അട്രാക്ഷൻ തോന്നി. അതിനകത്തോട്ട് എന്താണെന്ന് അറിയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളും കൂടി തന്നെ വന്നുകൊണ്ടിരുന്നു. ഞാൻ അകത്തേക്ക് കയറാനായിട്ട് വന്നു. അതിലേക്ക് കയറുന്നതിന് മുമ്പ് അവൻ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, ചേച്ചി, ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു കട്ടിലുണ്ട്. ആ കട്ടിലിൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ കുറച്ച് സമയം രണ്ടുപേരും ഇരിക്കണം, പിന്നെ കുറേ നേരം കഥ പറയണം. അതൊക്കെ തന്നെയാണ് ആ കട്ടിലിൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ കുറേ പേര് കാമുകന്മാരൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. അതാണ് വിശ്വാസവും കാര്യങ്ങളും. അത് തെറ്റി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും ദോഷമാണ്. അത് ചേച്ചി ആലോചിച്ചോളൂ കയറുന്നതിന് മുമ്പ് തന്നെ. അവനിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനൊന്നും കാര്യമാക്കില്ല, കാരണം എനിക്കകത്തെ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ആ ക്യൂരിയോസിറ്റി എൻ്റെ മനസ്സിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും നീ തുറക്ക്, നമുക്ക് നോക്കാം. ആ സമയം ഞാൻ അകത്തേക്ക് കയറുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ചിലന്തിവലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ ആ കട്ടിൽ മാത്രം നല്ല വൃത്തിയായിട്ട് കിടക്കുന്നു. അതാരോ തൂത്ത് തുടച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. എന്താണെന്ന് ബാക്കിയുള്ളതൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷേ ഈ കട്ടിൽ മാത്രം ഇത്രയും നന്നായിട്ട് കിടക്കുന്നുണ്ടല്ലോ എന്നും ഞാൻ ആലോചിച്ചു. ചേച്ചി, ദേ ഇവിടേക്ക് വാ. അതൊരു ചെറിയ കട്ടിലും ചെറിയ റൂമും മാത്രമായിരുന്നു. അപ്പോൾ അവൻ അതിനകത്ത് കയറിയതിന് ശേഷം എന്നെ വിളിക്കുകയാണ്. അവിടെ ചെറിയൊരു ജനാലയും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. ആ ജനാലയിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നുണ്ട്. കാരണം ആരെങ്കിലും വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലോ വീട്ടിന് ആ ഒരു ഹോളിൽ നിന്ന് കഴിഞ്ഞാലും എല്ലാം ഈ റൂമിൽ നിന്ന് കാണാൻ പറ്റും. എന്തോ ഒരു രഹസ്യമാണ് പോലെ, ആർക്കും വേണ്ടി ഉണ്ടാക്കി വെച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം അതൊരു രഹസ്യമായിട്ടുള്ളൊരു മുറി തന്നെയായിരുന്നു. തികച്ചും പറഞ്ഞാൽ ഒരു രഹസ്യമാണ്. അതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ കാണാൻ പറ്റും, എന്നാൽ അവർക്കാണെങ്കിൽ നമ്മളെ കാണാൻ കഴിയില്ല. അതെല്ലാം ഈ ഒരു സീക്രട്ട് റൂമിൻ്റെ ഒരു സീക്രട്ട് സ്പെഷ്യാലിറ്റി തന്നെയായിരുന്നു. അതെല്ലാം നോക്കിക്കൊണ്ട് ഞാൻ അവിടെ അവൻ്റെ കൂടെ ആ ഒരു കട്ടിൽ തന്നെയായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ എന്നെ നോക്കി, ചേച്ചിക്ക് എങ്ങനെയുണ്ട്, എല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ തന്നെ ഞാൻ അവനോട് പറഞ്ഞു, എന്തൊരു അടിപൊളിയാണ്, പക്ഷേ ഇതെല്ലാം വൃത്തിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമല്ലേ എന്നൊക്കെ ഞാൻ അവനോട് ചോദിക്കുന്ന സമയത്ത് അവൻ എൻ്റെ അടുത്തായിട്ട് പറഞ്ഞു, ചേച്ചി, ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ മുറിക്ക് മാത്രമേ ഉള്ളൂ അത്രയും സ്പെഷ്യാലിറ്റിയും കാര്യങ്ങളൊക്കെ. ഇവിടെ പണ്ട് കാമുകന്മാരും പിന്നെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രഹസ്യ സങ്കേതം എന്ന പോലെ ഇവിടെ ഒന്ന് താമസിക്കുമായിരുന്നു. അത് അകത്തുള്ള ആൾക്കും അറിയില്ല, പുറത്തുള്ള ആൾക്കും അറിയത്തില്ല. അങ്ങനെയുള്ള സ്ഥലമാണ് കേട്ടോ അത്. അതൊക്കെ എങ്ങനെ സാധിക്കുന്നു, ഇവിടെയുള്ള ആൾക്കാരറിയാതെ അവരെങ്ങനെ കയറുന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ അങ്ങനെയുള്ള ആൾക്കാർക്ക് സഹായിക്കുന്നുണ്ട്, അത് അങ്ങനെ കയറി പോകുന്നതാണ്.
പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രണയിക്കണം എന്നൊക്കെയാണ് അതിൻ്റെ ഒരു നിയമങ്ങൾ. പിന്നെ ഇവിടെ നമ്മളൊക്കെ മാത്രമേ ഉള്ളൂ, അതെങ്ങനെ സാധിക്കും എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാനായിട്ടു ചേച്ചി എന്ന് അവൻ തന്നെ പറഞ്ഞു. എന്തായാലും നിൻ്റെ ആലോചനയും കാര്യങ്ങളൊക്കെ മതി മതി, നമുക്ക് എന്തെങ്കിലും പോകാം. ഇവിടെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. പഴയ വീടും കാര്യങ്ങളൊക്കെ അല്ലേ, നമുക്ക് പോകണ്ടേ എന്ന് പറയുമ്പോൾ അവൻ എന്നെ വീണ്ടും നിർബന്ധിച്ചു. കുറച്ച് സമയം നമുക്കൊക്കെ ഇവിടെ ഇരുന്നിട്ട് പോകാം ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും വാ, നമുക്ക് പിന്നൊരു ദിവസം വരാം ഇവിടേക്ക് എന്ന് പറഞ്ഞ് അവനെയും പിടിച്ചുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ആ ടൈമിലാണെങ്കിൽ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു സീക്രട്ട് റൂമും കാര്യങ്ങളൊക്കെ. ഈ ഒരു കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. പിന്നെ പുതിയൊരു കഥയും കാര്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യട്ടോ. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. ബൈ ബൈ.